ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാച്ചി എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത് തന്നെ ആവാമെന്ന് വിചാരിച്ചു. ഡെലിവറിക്ക് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു. പിന്നെ മുടി പോവാൻ തുടങ്ങിയാലാണല്ലോ നമ്മളതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഉണ്ടായത്. മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അതുപോലെ താരനുള്ളവർക്കും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഓയിലാണ്. 8 മാസം തൊട്ട് റിഹൂനും ഈ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. അപ്പോൾ എല്ലാതും ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഇത് മൈലാഞ്ചിൻ്റെ ഇലയാണ്. അടുത്തത് പറിക്കാൻ പോകുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ്. അത് ഇത്തിരി മരമായിട്ട് പോയതുകൊണ്ട് കുറച്ച് മുകളിലൊക്കെ കയറി സാഹസികമായി പറിച്ചെടുക്കുന്നുണ്ട്. എണ്ണ കാച്ചുമ്പോഴുള്ള മെയിൻ താരത്തെ പറിച്ചെടുക്കാനാണ് അടുത്തത് പോകുന്നത്. വേറെ ആരുമല്ല, കറ്റാർവാഴയാണ്. അതൊരു 2 തണ്ടൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അടുത്തത് കൃഷ്ണ തുളസിയാണ്. സാധാ തുളസിയല്ല, കൃഷ്ണ തുളസിയാണ് പറിച്ചെടുക്കുന്നത്. എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ കറ്റാർവാഴയാണ്. അത് 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് മൈലാഞ്ചിൻ്റെ ഇലയാണ്. അതൊരു പിടി എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കൻ്റെ ഇല 7-8 എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്. അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടിയാലും കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ ഇത്ര ചെറുള്ളി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ അത്ര എടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഒരു പിടി എടുത്തിട്ടുണ്ട്. അത് കൃഷ്ണ തുളസിയും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഉലുവയാണ്. ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് കുതിർക്കാതെ ഡയറക്റ്റായിട്ടും ചേർക്കാൻ കുഴപ്പമില്ല. പിന്നെ ചെമ്പരത്തിയുടെ പൂവാണ്. അത് ഒരു 5-6 പൂവും പിന്നെ അതിന് മുട്ടും 4-5 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഉപയോഗിക്കാതെ അടിച്ചെടുക്കാം. കറ്റാർവാഴ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മുറിച്ചെടുക്കുമ്പോൾ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കറ പോലെ വരുന്നുണ്ടാവും. അത് ഫുള്ളായിട്ട് കളഞ്ഞ് നന്നായി കഴുകിയിട്ട് അതിലേക്ക് ചേർത്താൽ മതി അരിഞ്ഞിട്ട്. ഇതെല്ലാതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാം. എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കിലോ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പതയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു 20-25 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ പതമൊക്കെ കുറഞ്ഞ് വരും. എന്നിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. അതാണ് ശരിക്കും ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഇതൊക്കെ നോക്കിയിട്ടാണ് എണ്ണ പാകമായോ എന്ന് മനസ്സിലാക്കുക. എണ്ണയ്ക്കൊരു പാകമുണ്ട്, അത് കൂടിപ്പോവരുത് എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുക. ഏകദേശം ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാച്ചി എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ചില്ലിൻ്റെ ബോട്ടിലാക്കി വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് കഴിഞ്ഞ് പ്ലാസ്റ്റിക്കിൽ ഒരു കാറമണ അടിക്കും. ഇതാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും. മുടി കൊഴിച്ചിലുള്ളവരും താരനുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.